രാഹുലെ, ഇപ്പോൾ നമ്മൾ ബ്രേക്കിംഗ് കൊടുക്കുന്നത് സൈന്യം ഈ കരയിലെ പരിശോധന പൂർത്തിയാക്കിയെന്നാണ്. നദിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ അർജുൻ്റെ അയൽവാസിയായ ശ്രീ രവീന്ദ്രൻ അദ്ദേഹം പറഞ്ഞത് തങ്ങൾക്കൊരു ഉറപ്പ് കിട്ടുന്ന നിലയിൽ രക്ഷാപ്രവർത്തനം നടന്നുവെന്ന്, അങ്ങനെ ഒരു സ്ഥിരീകരണം വേണമെന്നാണ്. എന്താണിപ്പോൾ അവിടുത്തെ അവസ്ഥ? സൈന്യം ഉറപ്പാക്കുകയാണോ ഈ കരയിൽ വാഹനമില്ല എന്ന്? രാഹുലെ, ദിവിഷ, റോഡിൽ ട്രക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയും. എങ്കിൽ തന്നെയും അവിടെയുള്ള തിരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ്. സൈന്യവും ദൗത്യത്തിൽ ഇപ്പോഴും കുറച്ച് ഉദ്യോഗസ്ഥർ കരയിൽ തന്നെ, റോഡിൽ തന്നെ ഈ മണ്ണ് നീക്കി ദൗത്യത്തിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെയുള്ള പരിശോധനകളിൽ റഡാർ സംവിധാനമൊക്കെ പരമാവധി ഉപയോഗിച്ച് എല്ലായിടത്തും തിരിയുമ്പോഴും സിഗ്നൽ ലഭിക്കുന്ന, പക്ഷെ മണ്ണ് മാറ്റി നോക്കുമ്പോൾ ട്രക്ക് ഇല്ല എന്ന് തന്നെയാണ്. ഇന്ന് 3 സിഗ്നലുകളാണ് ലഭിച്ചത്. ഒന്ന് മലയോട് ചേർന്ന ഭാഗത്ത്, ഒന്നല്ല 2 മലയോട് ചേർന്ന ഭാഗത്ത്, മൂന്നാമതായി സിഗ്നൽ ലഭിച്ചത് പുഴയോട് ചേർന്ന് ആ വശത്തുമാണ്. അവിടെയും വലിയ അളവിൽ മണ്ണിട്ട് ഉണ്ടായിരുന്നു. 3 മണ്ണ് നീക്കി പരിശോധിച്ച സമയത്ത് മനസ്സിലാകുന്നത് 3 സ്ഥലത്തും സിഗ്നലായി കിട്ടിയത് പാറ കെട്ട് ആണ് എന്നതാണ്. അതായത് സിഗ്നലുകളൊക്കെ കിട്ടിയത് പാറയുടേതാണ്. ഇപ്പോൾ ആ 3 സ്ഥലത്തെ മണ്ണ് നീക്കിയതോടുകൂടി റോഡിലെ മണ്ണ് ഏറെക്കുറെ തന്നെ മാറ്റിക്കഴിഞ്ഞു എന്ന് പറയാൻ കഴിയും. എങ്കിലും കുറച്ചളവിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ആ സൈന്യം അവിടെ തിരച്ചിലിന്റെ ഭാഗമായി തന്നെ നിൽക്കുന്നതും. എങ്കിൽ തന്നെയും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക, റോഡിൽ ഇനി തിരഞ്ഞാലും ട്രക്ക് കണ്ടെത്താൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കില്ല എന്ന് തന്നെയാണ്. കാരണം ഇനിയുള്ള മണ്ണിന്റെ അളവ് ഒരു ട്രക്ക് മൂടി നിൽക്കുന്ന അത്രയും അളവിലില്ല. അതുകൊണ്ട് രാഹുലെ, ഞാൻ